ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് സുവോളജിയുടെ രണ്ടാമത്തെ അധ്യായം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും എങ്ങനെയാണ് ഹ്യൂമൻ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്, അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുമെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് refers to healthy reproductive organs with normal functions. അപ്പോൾ ആരോഗ്യപരമായ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ശരിയായി ഫങ്ഷൻ ചെയ്യുന്ന ആരോഗ്യമുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അപ്പോൾ സാധാരണ നമ്മൾ ഹെൽത്ത് എന്നുള്ള ഒരു ടേം നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആരോഗ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഒരു വിശാലമായിട്ടൊന്ന് ചിന്തിക്കണം. അപ്പോൾ WHO കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് WHO. അപ്പോൾ WHOയുടെ ഡെഫിനിഷൻ അനുസരിച്ച് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മീൻസ് എ ടോട്ടൽ വെൽബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ. അപ്പോൾ അതായത് ഒരു ടോട്ടൽ വെൽബീയിങ്, മൊത്തത്തിലുള്ള ഒരു നല്ല ഒരു അവസ്ഥ. അത് ഫിസിക്കലാണ്, ഇമോഷണലി വേണം, ബിഹേവിയറലായിട്ട് വേണം, സോഷ്യലായിട്ടും വേണം. അപ്പോൾ സാമൂഹികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ഒരു ഹെൽത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെൽത്ത് നമ്മുടെ ശരീരത്തിനുള്ളതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറിലും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ ഒരുപാട് സെക്സ് അബ്യൂസിനെ കുറിച്ചും സെക്സ് ക്രൈംസിനെ കുറിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് പലതും തെറ്റിദ്ധാരണകൾ കൊണ്ടും ശരിയായ ലൈംഗിക വിജ്ഞാനമില്ലാത്തത് കൊണ്ടുമൊക്കെ സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ സെക്സ് ഓർഗൻസിനെ കുറിച്ചും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ജനന നിയന്ത്രണം, ജനസംഖ്യ അമിതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ജനസംഖ്യ നിയന്ത്രണത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ ഇല്ലാത്ത ദമ്പതിമാരും നമ്മൾക്കിടയിൽ ധാരാളമുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ആ വന്ധ്യതയെക്കുറിച്ചും അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമൊക്കെയാണ് മെയിനായിട്ടും നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. Reproductive health means a total well-being in all aspects of reproduction, that is physical, emotional, behavioral and social. That is the definition given by WHO. അപ്പോൾ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്, ജനന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട്, റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യം മൊത്തത്തിലൊരു അവയർനെസ് പ്രോഗ്രാം തുടങ്ങുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. 1951 ഇത്തരം വൈഡായിട്ടുള്ള പ്രോഗ്രാംസുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആരംഭിച്ചു.
ആ പ്രോഗ്രാംസുകളെ പൊതുവേ പറയുന്ന പേരാണ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസ്. ഇപ്പോൾ 1951 ഇന്ത്യ ഗവൺമെൻറ് നാഷണൽ ലെവലിൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസുകൾ ആരംഭിച്ചു. തുടർന്ന് അങ്ങോട്ട് ഇപ്പോഴും അത്തരം പ്രോഗ്രാംസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോഗ്രാംസുകളെ ഇപ്പോൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് RCH പ്രോഗ്രാംസ്, അതായത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് എന്നാണ് ഇപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാംസ് വഴി ധാരാളം മെസ്സേജുകൾ റേഡിയോ വഴിയും പത്രമാധ്യമങ്ങളിലൂടെയും തിയേറ്ററുകളിലൂടെയും ഒക്കെ നമ്മൾ ധാരാളം ഇത്തരം അവയർനെസ് പ്രോഗ്രാംസുകൾ ഗവൺമെൻറ് നൽകുന്നുണ്ട്. ആ പ്രോഗ്രാംസുകളെ കോമൺ ആയിട്ട് ഇപ്പോൾ വിളിക്കുന്ന ടേമാണ് RCH പ്രോഗ്രാംസ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്. അപ്പോൾ ഇന്ത്യയിൽ 1951 ഇത്തരം പ്രോഗ്രാംസുകൾ ആരംഭിച്ചു. ആ പ്രോഗ്രാംസുകളെ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസ് എന്നാണ് ആദ്യം വിളിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടേമാണ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാംസുകൾ വഴി ഒരുപാട് അവയർനെസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ പ്രോഗ്രാംസ് വഴി അവയർനെസ് കൊടുക്കുന്നതെന്ന് നമുക്ക് ഈ സ്ലൈഡിലൂടെ നോക്കാം. ഫസ്റ്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ് ടു പ്രൊവൈഡ് റൈറ്റ് ഇൻഫർമേഷൻ ടു ചിൽഡ്രൻ. ഇപ്പോൾ കുട്ടികൾക്ക് ശരിയായിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സെക്സ് എഡ്യൂക്കേഷൻ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവയർനെസ് കൊടുക്കണം എന്നതിനെക്കുറിച്ച് പറയുന്ന പ്രോഗ്രാംസുകൾ, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ് ടു പ്രൊവൈഡ് റൈറ്റ് ഇൻഫർമേഷൻ ടു ചിൽഡ്രൻ. ദെൻ ഡിസ്കറേജ് ദ ചിൽഡ്രൻ ഫ്രം ബിലീവിംഗ് മിത്സ് ആൻഡ് ഹാവിംഗ് മിസ്കൺസെപ്ഷൻ അബൌട്ട് സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്സ്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് മിഥ്യാധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സെക്സുമായി ബന്ധപ്പെട്ടിട്ട്. മുൻപൊക്കെ മെൻസ്റ്റുറേഷൻ പ്രോസസ്സ്, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെൻസ്റ്റുറേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ മെൻസസ് പീരീഡിൽ അവർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ തന്നെ മൊത്തത്തിൽ അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അതൊരു അശുദ്ധിയുടെ പീരീഡാണ്, ആ സമയത്ത് വീടിനകത്തിരിക്കാൻ പാടില്ല, പുറത്തെവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറണം. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരുപാട് മിസ്കൺസെപ്റ്റുകൾ കുട്ടികളുടെ ഇടയിലോ സമൂഹത്തിൻ്റെ ഇടയിലോ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത്തരം മിത്സുകളെയൊന്നും ബിലീവ് ചെയ്യാതെ നല്ല കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലാത്ത കാര്യങ്ങളെ ഡിസ്കറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കേണ്ട. ഡിസ്കറേജ് ദ ചിൽഡ്രൻ ഫ്രം ബിലീവിംഗ് മിത്സ് ആൻഡ് ഹാവിംഗ് മിസ്കൺസെപ്ഷൻ അബൌട്ട് സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്സ്. Then provide proper information about reproductive organs, adolescence and related changes. അപ്പോൾ ശരിയായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ച്, അഡോളസെൻസിനെ കുറിച്ച്, റിലേറ്റഡ് ചേഞ്ചസിനെ കുറിച്ച്. അപ്പോൾ അഡോളസെൻസ് എന്ന് പറയുന്ന ഒരു പീരീഡ്, കൗമാരപ്രായം എന്ന് പറയുന്ന ഒരു പീരീഡ്, അതിൻ്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന പീരീഡാണ്. ഈ പീരീഡിലാണ് ഹെയർ ഗ്രോത്തുകൾ മുഖത്ത്, അതുപോലെ തന്നെ ജനൈറ്റൽ ഓർഗൻസിൽ ഉണ്ടാകുക, പെൺകുട്ടികളിൽ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരം ഇൻഫർമേഷൻസുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടെ ആ 3 പോയിന്റ് നമുക്കൊന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ് ടു പ്രൊവൈഡ് റൈറ്റ് ഇൻഫർമേഷൻ ടു ചിൽഡ്രൻ, discourage the children from believing myths and having misconception about sex related aspects, provide proper information about reproductive organs, adolescence and related changes. അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഡിസ്കറേജ് ചെയ്യുക ചിൽഡ്രനെ എന്തിൽ നിന്നുമൊക്കെ, ബിലീവിങ് മിത്സ് ആൻഡ് ഹാവിങ് മിസ്കൺസെപ്ഷൻ അബൌട്ട് സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്സ്. Then provide proper information about reproductive organs, adolescence and related changes. തുടർന്ന് വരുന്ന മറ്റ് കാര്യങ്ങൾ,
provide the consequences about the sex-related diseases such as STD, AIDS, etc. അപ്പോൾ ലൈംഗിക അവയവങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളെയും ഒക്കെ ബാധിക്കുന്ന സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾ, ഇപ്പോൾ എയ്ഡ്സിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഈ ഡിസീസസിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന ടേമാണ് STDs, ദാറ്റ് ഈസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അപ്പോൾ ലൈംഗിക രോഗങ്ങളെന്ന് കോമൺ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്ന സിഫിലിസ്, ഗൊണേറിയ, ജെനൈറ്റൽ വാട്സ് തുടങ്ങിയ അസുഖങ്ങളെക്കുറിച്ചൊക്കെയുള്ള അവയർനെസ്, അതെങ്ങനെയാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്, ഏത് ജീവിയാണ് അതുണ്ടാക്കുന്നത്, അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതെല്ലാം നമ്മൾ ഈ റീപ്രൊഡക്റ്റീവ് അവയർനെസ് പ്രോഗ്രാംസുകളിലൂടെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ എയിമാണ്. ദെൻ അടുത്ത് എഡ്യൂക്കേറ്റ് ദ മാരേജബിൾ ഏജ് ഗ്രൂപ്പ് എബൌട്ട് ദ ബർത്ത് കൺട്രോൾ മെഷേഴ്സ്. അപ്പോൾ എങ്ങനെയൊക്കെ ജനന നിയന്ത്രണം നടത്താം, ദമ്പതിമാർക്ക് കുട്ടികളുടെ എണ്ണം നിയന്ത്രിക്കാം, അതിനുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ദെൻ കെയർ ഓഫ് പ്രഗ്നൻ്റ് മദേഴ്സ്, ഇപ്പോൾ ഗർഭിണികളെ എങ്ങനെയൊക്കെ സംരക്ഷിക്കണം. പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ് നേറ്റൽ കെയറിങ്. ഇപ്പോൾ പ്രീനേറ്റൽ എന്ന് വിളിക്കുന്നത് ഈ ഗർഭാവസ്ഥയിലിരിക്കുന്ന അവസ്ഥയാണ്, പ്രീനേറ്റൽ എന്ന് വിളിക്കുന്നത്. പോസ്റ്റ് നേറ്റൽ എന്ന് പറയുന്നത് പ്രസവിച്ചതിന് ശേഷം, ഇപ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഗർഭാശയത്തിലിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ പ്രസവിച്ചതിന് ശേഷവും ആ കുട്ടികളെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്. ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ നിങ്ങൾ പഠിച്ചു, അതിനെത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മയിൽ നിന്നും കിട്ടുന്ന മുലപ്പാലിനെ വിളിക്കുന്ന പേരാണ്, പഠിച്ചിട്ടുണ്ട്, എന്താണ്? കൊളസ്ട്രം. അപ്പോൾ ആ കൊളസ്ട്രം എന്ന് പറയുന്ന ഫ്ലൂയിഡിൽ ധാരാളം ആൻറ്റിബോഡീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് മുലപ്പാൽ കൊടുത്ത് തന്നെ വളർത്തുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലിംഗവിവേചനം, ആൺ പെൺ വിവേചനം, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ ചൈൽഡ്. ഇപ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സ്ത്രീക്കും പുരുഷനും ആൺകുട്ടിക്കും പെൺകുട്ടിക്കുമെല്ലാം തുല്യ അവസരങ്ങൾ എല്ലാ കാര്യത്തിലും പ്രദാനം ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ ഇതും നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് അവയർനെസ് പ്രോഗ്രാമുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി തുടർന്ന് വരുന്നു അവയർനെസ് അബൌട്ട് ദ അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ അനിയന്ത്രിതമായിട്ട് ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സെക്സ് അബ്യൂസ്, ലൈംഗിക ചൂഷണം, ആൻഡ് സെക്സ് റിലേറ്റഡ് ക്രൈംസ്, നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സെക്സ് അബ്യൂസും സെക്സ് റിലേറ്റഡ് ക്രൈംസും ഒക്കെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം നാൾക്ക് നാൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാ ദിവസവും നമ്മളിത് വാർത്തകൾ കേൾക്കാത്ത ദിവസങ്ങളില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത്രത്തോളം ഈ അറിവില്ലായ്മകൾ കൊണ്ട് ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ ചില ആൾക്കാർ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. ദെൻ പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻസ് അബൌട്ട് ദ വേരിയസ് പ്രോബ്ലംസ് സച്ച് ആസ് അബോർഷൻ, കൺട്രാസെപ്ഷൻ, മെൻസ്ട്രൽ പ്രോബ്ലംസ്, ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ ഇതിനൊക്കെ വൈദ്യസഹായം കൊടുക്കുക, മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക. എന്തോന്നിനൊക്കെ? അബോർഷനെക്കുറിച്ച്, കൺട്രാസെപ്ഷനെക്കുറിച്ച്. കൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗർഭനിരോധന മാർഗങ്ങൾ. മെൻസ്ട്രൽ പ്രോബ്ലംസ്, ഇപ്പോൾ മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് പെൺകുട്ടികൾക്കുണ്ടാകാവുന്ന പ്രോബ്ലംസിനെ കുറിച്ച്. ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ച്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് വന്ധ്യത, കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള അവയർനെസ് കൊടുക്കുക. ദെൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ മിസ്യൂസ് ഓഫ് ആംനിയോസെൻറ്റിസിസ്. അപ്പോൾ നേരത്തെ ഈ ഒരു ആംനിയോൺ എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡിനെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കേട്ടു, ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ കേട്ടു. അമ്മയുടെ വയറ്റിനകത്ത് കുഞ്ഞ് കിടക്കുന്നത് ഈ ഒരു ഫ്ലൂയിഡിനകത്താണ്.
ആംനിയോൺ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിനകത്താണ്. ആപ്നിയോൺ, കോറിയോൺ, അലൻറ്റോയിസ്, യോക്സാക്ക്, ഇത്തരം എംബ്രിയോണിക് മെംബ്രെയിൻസിനെ കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ കേട്ടു. അപ്പോൾ അതിൽ ആംനിയോൺ എന്ന് പറയുന്ന മെംബ്രെയിനകത്തുള്ള ഫ്ലൂയിഡാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. അപ്പോൾ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ കുഞ്ഞിൻ്റെ ഫീറ്റൽ സെൽസ്, കുഞ്ഞിൻ്റെ സെൽസ് കാണാം. അപ്പോൾ ആ സെൽസിനെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്തിയാൽ അത് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ക്രോമസോം നോക്കുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ആംനിയോസെൻറ്റിസിസ് എന്ത് ചെയ്യുന്നുണ്ട്? മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ആംനിയോസെൻറ്റിസിസ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടോ, എന്തെങ്കിലും ജനറ്റിക് ഡിസീസസ് ഉണ്ടോ, ഇത് മനസ്സിലാക്കുന്നതിനാണ്. പക്ഷേ അതിനെ മിസ്യൂസ് ചെയ്യുന്നു. മിസ്യൂസ് ചെയ്തതിന് എന്തിനു വേണ്ടി മിസ്യൂസ് ചെയ്യുന്നു? സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി മിസ്യൂസ് ചെയ്യുന്നു. കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മിസ്യൂസ് ചെയ്യുകയും പെൺകുഞ്ഞാണെങ്കിൽ അതിന് അബോർഷൻ നടക്കും. അബോർഷൻ എന്ന് പറഞ്ഞാൽ ഗർഭഛിദ്രം. അപ്പോൾ കുഞ്ഞിനെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ കൊന്നുകളയുന്ന പരിപാടി. ജനിക്കാൻ സമ്മതിക്കാതെ പെൺകുഞ്ഞാണെങ്കിൽ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ, ഉദരത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫീമെയിൽ ഫോയിറ്റിസൈഡ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് നൽകുക. ഇൻഫർമേഷൻ അബൌട്ട് ദ മിസ്യൂസ് ഓഫ് ആംനിയോസെൻറ്റിസിസ്, കോൺസിക്വൻസ് ഓഫ് ഫീമെയിൽ ഫോയിറ്റിസൈഡ് എറ്റ്സെട്ര. അപ്പോൾ കുറേ കാര്യങ്ങളെക്കുറിച്ച്, ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് അറിവ് കൊടുക്കുക. കുട്ടികൾക്ക് മാത്രമല്ല സമൂഹത്തിന് മൊത്തത്തിൽ അറിവ് കൊടുക്കുക എന്നുള്ളത് ഈ ഒരു RCH പ്രോഗ്രാംസിൻ്റെ ലക്ഷ്യങ്ങളാണ്. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസിൻ്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ലക്ഷ്യങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം. എന്തൊക്കെ വേണം? സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. പിന്നെ എന്ത് വേണം? ഡിസ്കറേജ് ദ ചിൽഡ്രൻ ഫ്രം ബിലീവിങ് മിത്സ് ആൻഡ് ഹാവിങ് മിസ്കൺസെപ്ഷൻ അബൌട്ട് സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്സ്. Then provide proper information about reproductive organs, adolescence and related changes. Provide the consequences about the sex-related diseases such as STD, AIDS, etc. Educate the marriageable age group about the birth control measures, care of pregnant mothers, prenatal and postnatal caring, significance of breastfeeding, equal opportunities for the male and female child, awareness about the uncontrolled population growth, sex abuse and sex related crimes. Provide medical assistance about the various problems such as abortion, contraception, menstrual problems, infertility, etc. Provide information about the misuse of amniocentesis, consequence of female foeticide, etc. ഇനി നമുക്ക് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മലയാളം എന്താണ്? ജനസംഖ്യ വിസ്ഫോടനം. അപ്പോൾ നമ്മുടെ ലോക ജനസംഖ്യ ഇന്ന് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ജനസംഖ്യയുടെ ഒരു ചെറിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ 1900 ആണ്ടിൽ ലോക ജനസംഖ്യ എന്ന് പറയുന്നത് 2 ബില്യൺ ആയിരുന്നു. 2 ബില്യൺ. അത് 2000 ആണ്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും അത് 6 ബില്യണായി. 6 ബില്യണായി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 2018 കണക്കനുസരിച്ച് ലോക ജനസംഖ്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് 7.5 ബില്യൺ. അതായത് 750 കോടി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് പോപ്പുലേഷൻ വാസ് 350 മില്യൺസ്. 2000 അത് 100 കോടിയിലേക്കെത്തി.
ഇപ്പോൾ 2020 ആയപ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ്റെ ഒരു അവസ്ഥ, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി 138 crores. ഇപ്പോൾ ഇന്ത്യയിൽ 138 കോടി ജനങ്ങളുണ്ട്. 1900 ആയിരുന്നപ്പോൾ വെറും 20 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്നത് 138 കോടിയിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പരിണിത ഫലം? ഇപ്പം നമ്മുടെ ഭൂപ്രകൃതി അല്ലെങ്കിൽ ഭൂമിയുടെ വിസ്തൃതി കൂടുന്നില്ല, മറിച്ച് ജനസംഖ്യ, അതിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഒരു ജനസംഖ്യാ വിസ്ഫോടനം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഒന്ന് ഡിക്രീസ് ഇൻ ഡെത്ത് റേറ്റ്, മരണനിരക്ക് കുറഞ്ഞു. ഇപ്പോൾ നേരത്തെയൊക്കെ ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്ന ഒരു നിരക്കല്ല ഇപ്പോഴുള്ളത്. ശരിക്കുമുള്ള ചികിത്സാ സംവിധാനങ്ങളും കാര്യങ്ങളുമൊക്കെ വന്നതോടുകൂടി പല പല രോഗങ്ങൾക്കും മരുന്നുകളും വാക്സിനുകളും ഒക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മരണനിരക്ക് വളരെ കുറവാണ്. പിന്നെ MMR, ദാറ്റ് ഈസ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അതായത് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ അമ്മമാർക്കുണ്ടാകാവുന്ന അല്ലെങ്കിൽ അമ്മമാർ മരിച്ചു പോകുന്ന അവസ്ഥ, അതിപ്പോൾ കുറവാണ്. MMR കുറവാണ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ജനനശേഷം കുട്ടികൾ മരിക്കുന്ന അവസ്ഥ, അതാണ് ഇൻഫൻറ്റ് മൊർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ അതും ഇപ്പോൾ കുറവാണ്. പിന്നെ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്, നല്ല ജീവിത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ധാരാളം ആൾക്കാർ റീപ്രൊഡ്യൂസിബിൾ ഏജിലേക്ക് എത്തുന്നു. പ്രത്യുൽപാദനപരമായിട്ടുള്ള ആ ഒരു പ്രായപൂർത്തിയാകുന്ന അവസ്ഥയിലേക്ക് പണ്ടുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ എത്തുന്നു. അപ്പോൾ ഇവിടെ 1-2 ടേംസ് ഒന്ന് ഓർമ്മിക്കുക. ഒന്ന് MMR, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ ഈ 2 ടേമും പ്രത്യേകം ഒന്ന് ഓർമ്മിക്കുക. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷന് പ്രധാനമായിട്ട് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡിക്രീസിങ് ഡെത്ത് റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ബെറ്റർ ലിവിങ് കണ്ടീഷൻ, ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡ്യൂസിബിൾ ഏജ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പാക്ട്സ്? എന്തൊക്കെയാണ് ഇതിൻ്റെ പരിണിത ഫലങ്ങൾ? എന്തൊക്കെ ഉണ്ടാകാം? ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ ആൾക്കാർ ഭൂമിയിൽ ജീവിക്കാൻ എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനൊക്കെ ഷോർട്ടേജ് ഉണ്ടാകും? ഫുഡിന് ഷോർട്ടേജ് ഉണ്ടാകും, ലാൻഡിന് ഷോർട്ടേജ് ഉണ്ടാകും, ക്ലോത്തിന് ഷോർട്ടേജ് ഉണ്ടാകും, ആഹാരവും ഭൂമിക്കും വസ്ത്രത്തിനുമൊക്കെ ഷോർട്ടേജ് ഉണ്ടാകാം. അൺഎംപ്ലോയ്മെൻറ്റ് അടുത്ത പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്, തൊഴിലില്ലായ്മ. പിന്നെ എൻവയോൺമെൻ്റൽ പൊല്യൂഷൻ, പരിസ്ഥിതിയുടെ മലിനീകരണം. പിന്നെ ഡിസീസ് ഡ്യൂ ടു പോവർട്ടി ആൻഡ് മാൽന്യൂട്രീഷൻ. പോവർട്ടി എന്ന് പറയുന്നത് ദാരിദ്ര്യം, മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡ് കുട്ടികൾക്ക് കിട്ടാതെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ. പിന്നെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പാക്ട്സ് ആണ്. ഷോർട്ടേജ് ഓഫ് ഫുഡ്, ലാൻഡ്, ക്ലോത്ത്, അൺഎംപ്ലോയ്മെൻറ്റ്, എൻവയോൺമെൻ്റൽ പൊല്യൂഷൻ,
disease due to poverty and malnutrition, lack of educational facilities. ഇനി എങ്ങനെയൊക്കെ നമുക്ക് പോപ്പുലേഷൻ കൺട്രോൾ നമുക്ക് അല്ലെങ്കിൽ പോപ്പുലേഷനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം? മെഷേഴ്സ് ടു കൺട്രോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. മോട്ടിവേറ്റ് സ്മാൾ ഫാമിലീസ് യൂസിങ് വേരിയസ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് RCH പ്രോഗ്രാംസ്. ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് വഴി ഇത്തരം കാര്യങ്ങൾ നടത്തുന്നുണ്ട്. മോട്ടിവേറ്റ് സ്മാൾ ഫാമിലീസ് യൂസിങ് വേരിയസ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഇപ്പോൾ നേരത്തെയൊക്കെ നമുക്കറിയാം, നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഫാമിലീസിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അവർക്ക് ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളുടെ ഫാമിലിയിലാണെങ്കിലോ നമുക്ക് 1-2 ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ കാണാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതൊക്കെ ഈ ഒരു പ്രോഗ്രാംസിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. ഷോ അഡ്വർടൈസ്മെൻറ്റ് സച്ച് ആസ് ഹാപ്പി കപ്പിൾ വിത്ത് 2 children വിത്ത് എ സ്ലോഗൻ വി 2 ours 2. നാം 2 നമുക്ക് 2. അപ്പോൾ അതുപോലത്തെ ആൾക്കാരെ ഇതിലേക്ക് ചിന്തിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന പരസ്യങ്ങൾ, അഡ്വർടൈസ്മെൻറ്റ്സ് സച്ച് ആസ് ഹാപ്പി കപ്പിൾ വിത്ത് 2 children വിത്ത് എ സ്ലോഗൻ വി 2 ours 2. Statutory rise of marriageable age of the females to 18 years and males to 21 years. പണ്ടൊക്കെ ശൈശവ വിവാഹമൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 13 വയസ്സിലും 12 വയസ്സിലും ഒക്കെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് വിടുന്ന പരിപാടികൾ പണ്ട് കാലത്ത് നിലവിലിരുന്നു. ഇപ്പോൾ അതെല്ലാം നിയമപരമാക്കി പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിവാഹപ്രായം എന്ന് പറയുന്നത് 18 വയസ്സും ആൺകുട്ടികൾക്ക് 21 വയസ്സും ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായിട്ട് മാരേജബിൾ ഏജ് ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സ് കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക, ആനുകൂല്യങ്ങൾ കൊടുക്കുക. ഗിവൺ ടു കപ്പിൾസ് വിത്ത് സ്മാൾ ഫാമിലി, ചെറിയ ഫാമിലിയിലുള്ള ആണെങ്കിൽ അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നതും ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നതിനുള്ള അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് കേട്ടു. അപ്പോൾ എന്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് എന്ന് കണ്ടു. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് കണ്ടു. ഇപ്പോൾ റീസൺസ് ഒന്നുകൂടെ നോക്കാം. ഡിക്രീസ് ഇൻ ഡെത്ത് റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, better living conditions, increased health facilities, increase in the number of people in reproducible age. എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പാക്ട്സ്? ഷോർട്ടേജ് ഓഫ് ഫുഡ്, ലാൻഡ്, ക്ലോത്ത്, അൺഎംപ്ലോയ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഡിസീസ് ഡ്യൂ ടു പോവർട്ടി ആൻഡ് മാൽന്യൂട്രീഷൻ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. ഇതൊക്കെ അതിൻ്റെ ഇമ്പാക്ട്സ് ആണ്. ഇനി എങ്ങനെയൊക്കെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാം പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ? Motivate small families using various contraceptive methods. Show advertisements such as happy couple with 2 children with a slogan we 2 ours 2. Statutory rise of marriageable age of the female to 18 years and males to 21 years. Incentives given to couple with the small families. Thank you. ഇനി ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോ ലെസണിൽ പഠിക്കാം.